Radio Library. Radio Library with RJ Radish. എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ഇത് റേഡിയോ മലയാളം 98.6 റേഡിയോ ലൈബ്രറിയുടെ സമയം. നിങ്ങളുടെ കൂടെ ഞാൻ രതീഷ്. അപ്പൊ ഇന്ന് നമ്മളൊരു കവിതാ സമാഹാരം പരിചയപ്പെടാനായിട്ട് പോവുകയാണ്. കവിതാ സമാഹാരവുമായിട്ട് വന്നിട്ടുള്ള ആള് നിരവധി നാടകങ്ങൾ എഴുതിയിട്ടുള്ള ആളാണ്. റേഡിയോ ലൈബ്രറിയിലൂടെ അത് പരിചയപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. പിന്നീട് നോവലുകളും നമ്മളുടെ കൂടെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനേക്കാളൊക്കെ ഉപരി എടുത്ത് പറയേണ്ട കാര്യം, ഈ പരിചയപ്പെടുത്തിയ നോവലുകളിൽ മിക്കതും അദ്ദേഹത്തിന് പുരസ്കാരങ്ങൾ നേടിക്കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതായത് മലയാള സാഹിത്യ അക്കാദമിയുടെ 3 പുരസ്കാരങ്ങൾ സ്വന്തമാക്കിയ പ്രവാസിയായിട്ടുള്ള ഏറ്റവും പ്രിയപ്പെട്ട എഴുത്തുകാരൻ എന്ന് വിശേഷിപ്പിക്കാനായിട്ട് പറ്റും. സിനിമകൾക്കും സീരിയലുകൾക്കും രചനകൾ ചെയ്തിട്ടുള്ള ആൾ കൂടി തന്നെയാണ്. ഇപ്പൊ അദ്ദേഹത്തിന്റെ ആദ്യത്തെ കവിതാ സമാഹാരം പുറത്തിറങ്ങി കഴിഞ്ഞിരിക്കുന്നു. അതിനും പുരസ്കാരം നേടിക്കഴിഞ്ഞിരിക്കുകയാണ്. കൃതി സംസ്ഥാന സാഹിത്യ എൻഡോമെന്റ് അവാർഡാണ് നേടിക്കഴിഞ്ഞിരിക്കുന്നത് ഈ എഴുത്തുകാരൻ. മറ്റാരുമല്ല, നമ്മുടെ റഷീദ് കെ മുഹമ്മദ്. സ്വാഗതം റേഡിയോ മലയാളം 98.6 റേഡിയോ ലൈബ്രറിയിലേക്ക്. ആദ്യം തന്നെ ആശംസകൾ നേരുകയാണ്. പുരസ്കാരങ്ങൾ ഇങ്ങനെ തുടരെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്റെ റേഡിയോ നാടകങ്ങൾക്ക് സ്വർണ്ണമയൂരം പുരസ്കാരം നേടുന്നു. അയനാന്തരങ്ങൾക്ക് പുരസ്കാരം നേടാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. മലയാള സാഹിത്യ അക്കാദമി റിസർച്ച് സെന്ററിന്റെ പ്രത്യേക ജൂറി പുരസ്കാരം അതിന് നേടാനായിട്ട് സാധിച്ചു. ഇപ്പോൾ ഏറ്റവും പുതിയ കവിതാ സമാഹാരം, അതായത് ആദ്യത്തെ കവിതാ സമാഹാരമാണ് മീനമാസത്തിലെ നട്ടുച്ച സൂര്യൻ. അതിന് കൃതി സ്റ്റേറ്റ് വെൽഫെയർ അവാർഡ് കൂടി ലഭിച്ചിരിക്കുന്നു. സന്തോഷം എങ്ങനെ പങ്കുവെക്കുന്നു? റേഡിയോ മലയാളത്തിൽ വരുന്നതൊക്കെ തന്നെ ഈ പുരസ്കാരം നേടിയതിനു ശേഷമാണ് എത്തുന്നത്, അല്ലെ? തീർച്ചയായിട്ടും വളരെയധികം സന്തോഷവും അഭിമാനവും ഉള്ള ഒരു സന്ദർഭത്തിലാണ് ഞാനുള്ളത്. വിശേഷ്യ മലയാളം റേഡിയോ എന്നെ വിളിക്കുകയും തുടരെ എനിക്കിങ്ങനെ ഒരു അവസരം നൽകുകയും ചെയ്യുക എന്നുള്ളത് തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ സന്തോഷവും അഭിമാനവും നൽകുന്ന ഒരു കാര്യമാണ്. ഈ കവിതാ സമാഹാരം മീനമാസത്തിലെ നട്ടുച്ച സൂര്യൻ എന്ന് പറയുമ്പോൾ, ആ മീനമാസം തന്നെ നമുക്കറിയാം ഏറ്റവും ചൂടുകൂടിയ ഒരു സമയമാണ് മീനമാസം. ആ മീനമാസത്തിലെ നട്ടുച്ച സൂര്യൻ എന്ന് പറയുമ്പോൾ കൂടുതൽ അതിതീക്ഷ്ണമായ, വളരെയധികം സഹിക്കാൻ സാധിക്കാത്ത വിധം പൊള്ളുന്ന ചൂടുള്ള ഒരു സമയമാണ്. അപ്പൊ മനുഷ്യ മനസ്സുകളൊക്കെ പൊള്ളിപ്പിടക്കുന്ന അതിശക്തമായ ചൂടേറ്റ് വാടിക്കരിയുന്ന ഒരു സന്ദർഭം തന്നെയാണ് ഇപ്പോൾ ലോകത്ത് നമ്മൾ കാണുന്നത്. അവിടെ കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ, അതിശക്തനായവർക്ക് മാത്രം പിടിച്ചു നിൽക്കാൻ സാധിക്കുന്ന, ശക്തി കുറഞ്ഞവൻ അടിമപ്പെട്ടു പോകുന്ന ഒരു പഴയ കാലഘട്ടത്തിലേക്ക് വർത്തമാനകാലം, പരിഷ്കൃത സമൂഹം തിരിച്ചു പോകുന്നു എന്നുള്ള ഭയപ്പാട് എന്നിൽ ഉണർത്തിയ ചില ചിന്തകളാണ് ഈ ഒരു കവിതാ സമാഹാരം രൂപപ്പെടുവാൻ കാരണമായത്. ഇത് പ്രതിഷേധഗണ്ഠം, പ്രണയപർവം, ആർദ്രകാണ്ഡം എന്നിങ്ങനെ 3 തലങ്ങളിലാണ് ഈ കവിത ജനങ്ങളുമായി സംവദിക്കുന്നത്. സച്ചിദാനന്ദന്റെ വാക്കുകളിലേക്കാണ് നമുക്ക് പോകേണ്ടത്, അല്ലെ? തീർച്ചയായിട്ടും. റഷീദ് കെ മുഹമ്മദിന്റെ മീനമാസത്തിലെ നട്ടുച്ച സൂര്യനിലെ കവിതകൾ പാരമ്പര്യത്തിലേക്കും ആധുനികതയിലേക്കും ഒരുപോലെ തുറന്നിരിക്കുന്ന ജാലകങ്ങളാണ്. അവയിൽ നമ്മുടെ ഭീകരമായ കാലത്തിന്റെ ചിത്രങ്ങളോടൊപ്പം മറ്റൊരു കാലത്തിന്റെ സ്വപ്നങ്ങളും വന്ന് നിറയുന്നുണ്ട്. പ്രകൃതിയെയും മനുഷ്യനെയും കവി ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് സച്ചിദാനന്ദൻ പറഞ്ഞിരിക്കുന്നത്. മാഷ് അത് പറഞ്ഞപ്പോൾ എനിക്ക് വലിയ സന്തോഷമുണ്ടായി. കാരണം മാഷെപ്പോലുള്ള ഒരു സീനിയറായ ഒരു മനുഷ്യൻ, അദ്ദേഹത്തെ മലയാളം മാത്രമല്ല ലോകം തന്നെ ആദരിക്കുന്ന ഒരു മനുഷ്യന് എന്റെ കവിതാ സമാഹാരം വായിച്ചിട്ട് അപ്രകാരം പറയാൻ സാധിച്ചു എന്നതിലപ്പുറം മറ്റെന്തൊരു അവാർഡാണ് എനിക്ക് ലഭിക്കാനുള്ളത്. തീർച്ചയായിട്ടും ഞാൻ തീർച്ചയായിട്ടും ഈശ്വരനെ സ്തുതിച്ചു പോവുകയാണ്. ഒരു കവിതാ സമാഹാരം എഴുതണമെന്ന് കരുതി എഴുതുന്നതല്ല. അപ്രകാരം എഴുതിയ ഒരു കൃതിക്ക് സച്ചിദാനന്ദ മാഷെ പോലുള്ള ഒരു വ്യക്തി അങ്ങനെ ഹൃദയത്തിൽ തൊട്ട വാക്കുകളെ കൊണ്ട് എന്നെ അഭിഷേകം ചെയ്യുക എന്നുള്ളത് വളരെ അപൂർവമായി എഴുത്തുകാർക്ക് ലഭിക്കുന്ന ഒരു ഭാഗ്യമാണ്. സച്ചിദാനന്ദൻ മാഷ് മാത്രമല്ല, ആലങ്കോട് ലീലാകൃഷ്ണൻ മാഷ് കൂടി പറഞ്ഞിട്ടുണ്ട്, വർത്തമാനകാലത്തിന്റെ വിഹ്വലതകളും സന്ത്രാസങ്ങളും ഹിംസയും പ്രണയവും ആർദ്രതയും നിറഞ്ഞ കാവ്യമാണിത്. എല്ലാവിധത്തിലുമുള്ള ഫാസിസ്റ്റ് അധിനിവേശ ആധിപത്യങ്ങളെയും അലിവിനാൽ കൈകോർത്ത് പിടിക്കുന്ന മനുഷ്യബോധം കൊണ്ട് വിജയിപ്പിക്കണമെന്ന പ്രത്യാശയും പ്രാർത്ഥനയും കവി പ്രകടിപ്പിക്കുന്നു. വലിയ ജാഗ്രതയോടെ ഉണർന്നിരുന്ന് വർത്തമാനകാലത്തെ പ്രതിരോധിക്കുകയും പ്രണയിക്കുകയും ചെയ്യുന്ന വരികളാണ് കവിതയിലുടനീളം അനുഭവപ്പെടുന്നത്. പുതിയ ഭാവകത്തോടെ അടിതെളിഞ്ഞ ഭാഷയിൽ വക്രോക്തികളില്ലാതെ എഴുതപ്പെട്ട ഇതിലെ കവിതകൾ പേരുപോലെ തന്നെ കത്തി നിൽക്കുന്ന സൂര്യനായി കാലത്തിനു മേലെ ജ്വലിച്ചു നിൽക്കുമെന്നതിൽ സംശയമില്ല. ആലങ്കോട് ഭാഷ പറഞ്ഞിരിക്കുന്നത്. പ്രിയ രതീഷ്, എത്ര കണ്ടൊരു മനുഷ്യന് വിനയാന്യതനായിക്കൊണ്ട് ഭൂമിയോളം താഴ്ന്ന് തന്റെ എളിമയെ പ്രകടിപ്പിക്കാൻ സാധിക്കുന്നു. അത്രത്തോളം ഒരു മൺതരിയോളം ഞാൻ ചെറുതായി പോവുകയാണ്. കാരണം അവാർഡുകൾ ഒരിക്കലും എന്നെ അഹങ്കരിപ്പിച്ചിട്ടില്ല, എന്നെ ഭയപ്പെടുത്തിയിട്ടുള്ളൂ. ഓരോ ചെറിയ സമിതി കൊച്ചു ക്ലബ്ബുകളാണെങ്കിലും അല്ലെങ്കിൽ പരമോന്നതമായ ഇന്ത്യയിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡാണെങ്കിലും ഒരു അംഗീകാരം
എപ്രകാരം ഒരു എഴുത്തിന് തന്റെ പ്രവൃത്തിക്ക്, തന്റെ കാഴ്ചപ്പാടുകൾക്ക്, തന്റെ മനനങ്ങൾക്ക്, തന്റെ ചിന്തകൾക്ക്, തന്റെ വേദനകൾക്ക്, ആകുലതകൾക്ക്, ദുഃഖങ്ങൾക്ക്, നൊമ്പരങ്ങൾക്ക് ഒക്കെ തന്റെ എഴുത്തിലൂടെ അത് പ്രകടിപ്പിക്കുമ്പോൾ ഒരു സമിതി അതിനെ അംഗീകരിക്കുക എന്ന് പറയുന്നത് അത് അഭിമാനിക്കാൻ സാധിക്കും, പക്ഷെ അഹങ്കരിക്കാൻ പാടില്ലാത്ത ഒന്നാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, ആലങ്കോട് ലീലാകൃഷ്ണൻ മാഷും അതുപോലെ തന്നെ സച്ചിദാനന്ദ മാഷും ഒക്കെ എൻ്റെ കവിതകളെ ഞാൻ ഒന്നുമല്ലാതെ കണ്ട എൻ്റെ അക്ഷരങ്ങൾ, എൻ്റെ നൊമ്പരങ്ങളെ ഞാൻ കോറിയിട്ടു. അതിത്രമാത്രം വലിയ ഒരു ഹിമാലയൻ അർത്ഥത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് അവർക്കതിനെ പറയാൻ സാധിച്ചു എന്നത് ഞാൻ പറഞ്ഞില്ലേ, ഭൂമിയോളം ഞാൻ താഴ്ന്നു പോകുന്നു. ഒപ്പം ഭയപ്പാടാണ് എനിക്കിപ്പോൾ. കാരണം ഇതുവരെ ജീവിച്ച ഇതുവരെ എഴുതിയ റഷീദ് കെ മുഹമ്മദ് അല്ല ഇപ്പോൾ ഞാൻ. ആ തിരിച്ചറിവാണ് എനിക്ക് ഈ എഴുത്തുകളിലൂടെ, ഈ അവാർഡുകളിലൂടെ, ആ അവാർഡ് ലഭിച്ച പുസ്തകങ്ങൾ വായിച്ചുകൊണ്ട് അഭിപ്രായം രേഖപ്പെടുത്തുന്ന ഈ മഹാരഥന്മാരുടെ ഹൃദയത്തെ ഞാൻ കാണുമ്പോൾ, അവരുടെ മനസ്സിനെ കാണുമ്പോൾ, അത് വായിക്കുമ്പോൾ, അത് കേൾക്കുമ്പോൾ എന്നെ ഏറ്റവും വിനയാനിതനാക്കുന്നത്, ഭയപ്പെടുന്നത്. കാരണം ഇതുവരെ ഞാൻ കണ്ട കണ്ണുകൊണ്ടല്ല ഇനി ഞാൻ കാലത്തെ കാണേണ്ടത്. ഇതുവരെ ഞാൻ നടന്ന വേഗതയിലല്ല കാലത്തിനൊപ്പം ഞാൻ ഇനി സഞ്ചരിക്കേണ്ടത്. ഇതുവരെ ഞാൻ ചിന്തിച്ച ചിന്തകളിലൂടെയല്ല എൻ്റെ വർത്തമാനകാലത്തെയും ഭാവിയെയും ഭൂതത്തെയും ഒക്കെ ഞാൻ മനനം ചെയ്യേണ്ടത് എന്ന ഉത്തരവാദിത്വ ബോധം എന്നെ കൃത്യമായും ഭയപ്പെടുത്തുന്നു രതീഷ്. സത്യത്തിൽ ഈ വാക്കുകളൊക്കെ ഒരിക്കലും മറ്റാർക്കും ലഭിക്കാത്ത അമൂല്യമായ വാക്കുകളായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. അതിന് മാത്രമൊക്കെ എൻ്റെ കവിത കാലത്തോട് സംവദിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നോവൽ, എൻ്റെ നാടകങ്ങൾ, എൻ്റെ ചിന്തകൾ സംവദിക്കുന്നുണ്ടോ എന്നുള്ള തിരിച്ചറിവ് അത് തീർച്ചയായിട്ടും പൂർവമായ ഒരു നേട്ടമായി ഞാൻ കാണുന്നു. മീനമാസത്തിലെ നട്ടുച്ച സൂര്യൻ റഷീദ് കെ മുഹമ്മദിന്റെ ആദ്യ കവിതാ സമാഹാരമാണ്. എഴുതിയ ആദ്യ കവിതാ സമാഹാരത്തിന് തന്നെ പുരസ്കാരം ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. പ്രതിഷേധകാന്ഡം, പ്രണയപർവം, ആർദ്രകാന്ഡം, ഇങ്ങനെ 3 വിഭാഗങ്ങളിലൂടെയാണ് ഈ കവിതാ സമാഹാരം പോകുന്നത്. നിരവധി നാടകങ്ങൾ എഴുതി അതിന് പുരസ്കാരം ലഭിക്കുന്നു. അതുപോലെ തന്നെ നോവലുകൾ എഴുതുന്നു, നോവലിന് പുരസ്കാരം ലഭിക്കുന്നു. ഇപ്പൊ കവിത എഴുതിയിരിക്കുന്നു, അതിന് പുരസ്കാരം ലഭിച്ചിരിക്കുന്നു. എങ്ങനെയാണ് ഈ പറഞ്ഞ എഴുത്തിലേക്ക് വന്ന രീതിയെ കുറിച്ച് ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് കവിതയിലേക്ക് വരാം. കഥയും നോവലുകളും നാടകങ്ങളും ഒക്കെ എഴുതുമ്പോഴും സമാന്തരമായിട്ട് ഒരു കവി എന്നിലൂടെ ലഭിച്ചിരുന്നു എന്നുള്ളത് ഞാൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് പ്രകാരം എഴുതി അതിനെ ഫലിപ്പിക്കണമെന്നുള്ളത് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. പൊതുവെ സാഹിത്യകാരന്മാരെന്ന് പറയുന്നത് സമൂഹത്തിന്റെ തിരുത്തൽ ശക്തികളാകണമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ മാത്രമല്ല, അതാണ് അതിന്റെ ശരിയായിട്ടുള്ള സാഹിത്യകാരന്റെ ധർമ്മം. അപ്രകാരം എഴുത്തിനെ സമീപിക്കുമ്പോഴാണ് നമുക്ക് എഴുത്തുകാരൻ സമൂഹത്തിന്റെ കാവലാളായി മാറുന്നത്. വർത്തമാനകാലത്തെ വാർത്താവിശേഷങ്ങളോടും കാൽപ്പനിക ഭാവങ്ങളോടും എനിക്കുണ്ടായിട്ടുള്ള പ്രതികരണം, ആ നോവും വേവുമാണ് എന്റെ കവിതയിലെ വരികൾ. അത് പ്രതിഷേധത്തിന്റെയും പ്രണയത്തിന്റെയും ആർദ്രതയുടെയും വ്യത്യസ്ത തലങ്ങളിലൂടെയൊക്കെ സഞ്ചരിച്ചിട്ടുണ്ട്. അപ്രകാരമാണ് പ്രതിഷേധഖണ്ഡവും പ്രണയപർവവും ആർദ്രകാന്ഡവും ഈ കവിതയിൽ ഉണ്ടാകുന്നത്. ഒരുപക്ഷെ മലയാള കവിത ഇറങ്ങിയതിൽ അപ്രകാരം ചില ഖണ്ഡങ്ങളായി, ഭാഗങ്ങളായി തിരിച്ച് 3 വികാരങ്ങളെ, 3 ജീവിത സാഹചര്യങ്ങളെ മനുഷ്യനോട് സംവദിക്കുന്ന കവിതാ സമാഹാര ഗ്രന്ഥം ഒരുപക്ഷെ എന്റേതായിരിക്കാം ആദ്യത്തേത്. അതിൽ ആർദ്രകാന്ഡം പറയുന്നത് വളരെ അധികം മനുഷ്യനിൽ നഷ്ടപ്പെടുന്ന ചില ഗുണങ്ങളെക്കുറിച്ചാണ്, നന്മകളെക്കുറിച്ചാണ്. പ്രതിഷേധഖണ്ഡം സംസാരിക്കുന്നത് മനുഷ്യന്റെ പ്രയാസങ്ങളോട് അവൻ എങ്ങനെ സമൂഹത്തെ പ്രതികരിക്കണമെന്നാണ്. മറ്റൊന്ന് പ്രണയമാണ്. മതവർണ്ണ വർഗ വ്യത്യസ്തകളില്ലാതെ പുരുഷനിലും സ്ത്രീയിലും പെട്ടെന്ന് സംഭവിക്കുന്ന ഒരുതരം മസ്മരിക വികാരമായിട്ടാണ് ഞാനിതിൽ അടയാളം ചെയ്തിട്ടുള്ളത്. കവിത എന്നിൽ നിന്ന് സംഭവിക്കുന്നത് പെട്ടെന്നൊരു ദിവസമല്ല, ഒരുപാട് കാലത്തിന്റെ വേട്ടയാടലിനൊടുവിൽ ഞാൻ കീഴടങ്ങി കൊടുക്കുകയായിരുന്നു. കാരണം ഞാൻ എഴുതാനിരുന്നു. എന്റെ കവിതയിലെ ആദ്യത്തെ എഴുത്ത് എന്ന് പറയുന്ന കവിത ഞാൻ ഇപ്രകാരമാണ് സംവദിക്കുന്നത് ജനങ്ങളുമായി. എന്റെ കവിത ഒരുപക്ഷെ പ്രാസഭംഗിയിലോ അല്ലെങ്കിൽ വൃത്തങ്ങളിലോ നമ്മളൊക്കെ പഠിച്ച് നമുക്ക് അറിയുന്ന ശതകാകളി വൃത്തവും മഞ്ജരിയും ബഹുവ്രീഹി സമാസങ്ങളും ഒന്നും തന്നെ എന്റെ രചനകളിൽ കാണാൻ സാധിക്കില്ല. അപ്രകാരത്തുള്ള സാങ്കേതികത്വത്തിലൂടെയല്ല കവിതയെ കാലത്തെ നോക്കിക്കാണേണ്ടത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്രകാരം ഗദ്യരൂപമാണ് ഞാൻ കൂടുതൽ സ്വീകരിച്ചിട്ടുള്ളത്. അപ്രകാരം എന്റെ ഈ കവിതാ സമാഹാരത്തിൽ ആദ്യത്തെ കവിത എഴുത്ത് എന്ന് പറയുന്ന ഒന്നാണ്. ഞാൻ എഴുതാനിരുന്നു. എന്തെഴുതണം, എന്തിനെഴുതണം, എങ്ങനെ എഴുതണം, എത്ര എഴുതണം? മനസ്സ് ചോദ്യങ്ങൾ ആവർത്തിച്ചു. എഴുത്തുകാരൻ നടക്കേണ്ടത് സമൂഹത്തിന് മുൻപേയാണ്, അല്ലെങ്കിൽ സമൂഹത്തിനൊപ്പമെങ്കിലും. കാലം പറഞ്ഞുകൊണ്ടിരുന്നു. വർത്തമാനകാല വേദങ്ങളെത്രേ, പുതിയ കാലത്ത് പിറക്കുന്ന പുസ്തകങ്ങൾ. എഴുത്തുകാർ പ്രവാചകന്മാരും പ്രസാധകർ വെളിപാടുവാഹകരും. എഴുതാനുള്ള ഉൾവിളികൾ കൊണ്ട് അന്തരംഗം പൊള്ളിപ്പിടച്ചു. ഞാൻ ധ്യാനനിരതനായി. തകർന്നടിഞ്ഞ മനോഫലകങ്ങളിൽ അപ്പോൾ ശക്തിയായി കാറ്റടിച്ചുകൊണ്ടിരുന്നു. മഴ തകൃതിയായി പെയ്തു. അഴുക്കുമാറി, അക്ഷരങ്ങൾ തെളിഞ്ഞു. മൂല്യാധിഷ്ഠിത ബോധത്തിന്റെ താളിയോലകളിൽ എന്റെ നാരായ മുരഞ്ഞു. ദാർശനിക മനസ്സും താത്വിക വജസ്സും തപസ്സിനെ വകഞ്ഞു മാറ്റി ദിവ്യദീപങ്ങളായി ശോഭിച്ചു. നീ എഴുതുക. നിന്റെ ഹൃദയരക്തത്തിൽ മുക്കിയ തൂലിക കൊണ്ട് അശരീരിയുണ്ടായി. അത് റാൽഫ് വാൾഡോ എമേഴ്സൺ ആയിരുന്നു. അങ്ങനെയാണ്
ഞാൻ എഴുതി തുടങ്ങിയത്. അതെന്താണെന്ന് അതിന് ഉത്തരം ഇപ്പൊ കിട്ടിക്കഴിഞ്ഞിരിക്കുകയാണ്. എന്തിനാണ് എഴുതി തുടങ്ങിയത്, എങ്ങനെ എഴുതി തുടങ്ങിയതെന്നുള്ളതിന്റെ ഉത്തരം ആദ്യ കവിതയിലൂടെ തന്നെ നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട്. ഇതിന്റെ അവതാരിക എഴുതിയിരിക്കുന്നത് സെബാസ്റ്റ്യൻ സാറാണ്. വജ്രത്തെക്കാൾ മൂർച്ചയുള്ള കവിതകൾ എന്ന് പറഞ്ഞിട്ടാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. റഷീദ് കെ മുഹമ്മദിന്റെ മീനമാസത്തിലെ നട്ടുച്ച സൂര്യൻ സമകാല പുതുമലയാള കവിതയുടെ ഏറ്റവും ചെങ്കുറപ്പുള്ള ഒരു കാൽവെപ്പെന്ന് നിസ്സംശയം പറയാം. ബഹുസ്വരതയുടെ സാധ്യതകളാണ് മലയാള കവിതയുടെ സമകാലിക മുഖം. പഴമയുടെ എണ്ണമറ്റ പ്രതിദാനങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിലും പ്രധാന കാവ്യസരണിയിലേക്ക് കയറ്റിവെക്കാൻ പ്രാപ്തമായത് ചുരുക്കമാണ്. മീനമാസത്തിലെ നട്ടുച്ച സൂര്യൻ സമകാലിക പുതുകവിതയിൽ മുൻനിരയിൽ നിൽക്കുവാൻ കെൽപ്പുള്ള കാവ്യ പുസ്തകമാണ് എന്ന് പറഞ്ഞൊരു നീണ്ട എഴുത്താണ് സെബാസ്റ്റ്യൻ സാറിന്റെ ഉള്ളത്. സെബാസ്റ്റ്യൻ ഞാനും വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 15 വർഷം മുമ്പ് എന്റെ നല്ല സുഹൃത്താണ്. ഞങ്ങള് ഇതുപോലെ തന്നെ സാഹിത്യ അക്കാദമിയിൽ സംഘടിപ്പിക്കപ്പെട്ട ഒരു കാവ്യകിരണം എന്ന് പറയുന്ന ഒരു കവിതാ സദസ്സിലാണ് ഞങ്ങൾ ആദ്യമായിട്ട് ഒരുമിക്കുന്നത്. അന്ന് അദ്ദേഹത്തിന്റെ കവിതകൾ കേട്ട് ഞാനിങ്ങനെ അത്ഭുതം കൂറി നിന്നിട്ടുണ്ട്. അങ്ങനെ ഞാൻ പലപ്പോഴും സംവദിക്കും, എന്റെ ചില കവിതകൾ ഞങ്ങൾ പങ്കുവെക്കാറുണ്ട്. ഈ ഒരു പുസ്തകത്തിന് ആര് അവതാരിക എഴുതണമെന്ന് ഞാൻ മനസ്സിൽ ചിന്തിച്ചപ്പോൾ ആദ്യമായിട്ട് എന്റെ മനസ്സിൽ വന്നത് കവി സെബാസ്റ്റ്യനാണ്. അപ്പൊ അദ്ദേഹം വളരെ സന്തോഷത്തോട് റഷ്യന്റെ കവിത വായിക്കാനും എഴുതാനും എനിക്ക് സന്തോഷമേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ എന്റെ സന്തോഷം ഇരട്ടിപ്പിച്ചു. ഞാൻ അദ്ദേഹത്തിന് അയച്ചു കൊടുത്ത് ഞാൻ കരുതി ഒരു പക്ഷേ ആഴ്ചകളോ മാസങ്ങളോ ഒക്കെ എടുക്കുമെന്ന്. കാരണം അദ്ദേഹത്തിന്റെ തിരക്ക് എനിക്കറിയാം. എന്നും കാവ്യ സദസ്സുകളിൽ തൃശൂർ ജില്ലയിലെ സജീവമായ ഒരു മനുഷ്യനാണ് അദ്ദേഹം. പക്ഷേ അത് കിട്ടി ഈ ഒറ്റ ഇരിപ്പിൽ തന്നെ അദ്ദേഹം വായിച്ചു എന്നത് എന്നെ അത്ഭുതപ്പെടുത്തി. എന്നെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഇതൊരു ഗംഭീര സാധനമാണ് കേട്ടോ. ഇങ്ങനെയാണ് പറഞ്ഞത് അദ്ദേഹം. അദ്ദേഹത്തിന്റെ വോയിസ് ഇപ്പോഴും എന്റെ ഫോണിലുണ്ട്. ഫോണിൽ അദ്ദേഹം വോയിസ് അയക്കുകയും ചെയ്തു. ഇതൊരു ഗംഭീര സാധനമാണ്, ഇതൊരു അസാധ്യമായ സാധനമാണ്, നന്നായിട്ടുണ്ട്, ഞാനത് എഴുതും, ഗംഭീരമായി തന്നെ എഴുതും എന്ന് പറഞ്ഞപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സച്ചിദാനന്ദ മാഷും ആലങ്കോട് ലീലാകൃഷ്ണൻ സാറും അവരൊക്കെ ഈ കവിത വായിക്കുമ്പോൾ അവർ രേഖപ്പെടുത്തുന്ന അവരുടെ അഭിപ്രായം എന്ന് പറയുന്നത് ഇനി അങ്ങനെ ആർക്കും കിട്ടാൻ സാധ്യതയില്ല എന്ന് ഞാൻ അത്രയും അതിനെ മഹത്തരവൽക്കരിച്ചുകൊണ്ട് പറയുകയാണ്. അതിന്റെ ഒരു ഭാഗ്യമാണ്. ആ ഭാഗ്യങ്ങൾ ഒരുപക്ഷെ അവരെ സ്പർശിച്ചത് എന്റെ കവിതകൾ മുന്നോട്ട് വെച്ച എന്റെ രാഷ്ട്രീയമായിരിക്കാം. സമകാലീന രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക, സാമ്പത്തിക, സാഹിത്യ മണ്ഡലങ്ങളിൽ മനുഷ്യൻ ചെന്നുപെട്ട പ്രയാസങ്ങളായിരിക്കാം. അവർക്ക് മേൽ ഒരു ഡെമോക്രസിന്റെ വാളുപോലെ എന്നൊക്കെ പറയുമ്പോൾ തൂങ്ങിക്കിടക്കുന്ന എന്തെന്നറിയാൻ സാധിക്കാത്ത ഭീകരതയായിരിക്കാം. അതുകൊണ്ടാണ് ഞാൻ ഈ കവിതാ സമാഹാരത്തിലെ പ്രതിഷേധ ഖണ്ഡത്തിലെ ഒരു കവിത കൂടെ ഞാൻ നിങ്ങളെ കേൾപ്പിക്കട്ടെ. ചോരതളം കെട്ടിക്കിടപ്പാണുറഞ്ഞ നദി പോലെ എന്റെ ഇന്ത്യയിൽ ആർത്തനാദ വിലാപങ്ങൾ അടിച്ചു വീശുന്നു വരണ്ട കാറ്റായ എന്റെ ഇന്ത്യയിൽ. കണ്ണുനീരുതിർന്നു വീഴുന്നിതനുസൂതം പെയ്തൊഴിയാ മഴയാ എന്നിന്ത്യയിൽ. അധികാരഗർവുകളാഹന്ത ഗർജനങ്ങൾ ഇടിമുഴക്കം നടുക്കുന്നു എന്റെ ഇന്ത്യയിൽ. നമ്മൾ നേരത്തെ പറഞ്ഞു പ്രതിഷേധകാന്ഡം, പ്രണയപർവം, ആർദ്രകാന്ഡം, ഇങ്ങനെ 3 വിഭാഗങ്ങളിലായിട്ടാണ് കവിതകളെ തരംതിരിച്ചിരിക്കുന്നത്. അതിൽ പ്രതിഷേധകാന്ഡത്തിലേക്ക് പോകുമ്പോൾ ശുഭിതൻ എന്ന കവിതയിലേക്ക് പോവാം. പുറം തള്ളി എന്നെ പുറകോട്ട് മാറ്റി പുറങ്കാല് കൊണ്ടവർ പുന്നാരം ചൊല്ലി. പുലയാട്ട് പാടി പുതുകാല കോയ്മക്കാർ പുറംജാതിയാണിവന്റെ പുറം പൊളിക്ക്. അതെ, പന്തിക്കകത്തു നീ കയറരുത്, തീണ്ടരുത്, പന്തിപ്പുറത്തു നീ ഭിക്ഷ നിൽക്ക്. എച്ചിലെറിയുന്ന തൊട്ടിക്കു ചുറ്റിലും നിൽക്കുന്ന പട്ടികളെയൊട്ടി നിൽക്ക്. ഒരു എഴുത്തുകാരൻ, ഒരു സാഹിത്യകാരൻ എങ്ങനെയാകണം, അതായത് സമൂഹത്തിന് വേണ്ടിയിട്ട് നമ്മുടെ പേന കൊണ്ട് പ്രതികരിക്കുക എന്നുള്ളതാണ് ഈ കവിതയിൽ ഉടനീളം നമുക്ക് കാണാൻ സാധിക്കുന്നത്, അല്ലെ? തീർച്ചയായിട്ടും. കവിയാകണമെന്നില്ല, എഴുത്തുകാരനാകണമെന്നില്ല. ഓരോ മനുഷ്യ മനസ്സിലും തന്റെ രാജ്യത്തോട്, താൻ ജീവിക്കുന്ന സമൂഹത്തോട് ഉണ്ടാകുന്ന ഒരു ജാഗ്രതയോടുള്ള നോട്ടമുണ്ടല്ലോ. നമ്മളെ കുടുംബത്തിനെ നമ്മൾ എപ്രകാരം നോക്കുന്നു, അവരുടെ ഭാവിയെക്കുറിച്ച് നാം എപ്രകാരം നമ്മൾ ആകുലതയുണ്ടോ, ഒരു മാതാപിതാവ് എപ്രകാരമാണ് തന്റെ മക്കളെ നോക്കുന്നത്, അതേ അർത്ഥത്തിൽ തന്നെ സമൂഹത്തെ, അയൽപക്കങ്ങളെ, രാജ്യങ്ങളെ, രാജ്യത്തിലെ പ്രശ്നങ്ങൾ നോക്കിക്കാണണമെന്ന് വിനീതമായും വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ടാണ് എന്റെ വാക്കുകൾക്ക് ഒരു പക്ഷേ മൂർച്ചയുണ്ടാകാം. ഇനി നമ്മൾ പ്രണയപർവ്വത്തിലേക്കാണ് പോകുന്നത്. പ്രണയപർവ്വത്തിലും നിരവധി കവിതകളുണ്ട്. അപ്പൊ അതിൽ ഇപ്പൊ നമുക്ക് ചൊല്ലാൻ പറ്റുന്ന ഒരു കവിത ഏതാണ്? പെട്ടെന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഖത്തറിന്റെ ഒരു പശ്ചാത്തലത്തിൽ പ്രവാസത്തിന്റെ ദുഃഖവും പ്രയാസമായിട്ട് നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ ഇരിക്കുമ്പോൾ ഞാനും പങ്കുവെക്കുന്നത്, ഇവിടെ വന്ന സമയത്ത് ഞാൻ എഴുതിയൊരു കവിതയുണ്ട്. അത് ഖത്തറിൽ കത്തുന്ന സൂര്യന്റെ ചോട്ടിൽ കത്തിപ്പടരുകയാണെന്റെ പ്രാണൻ, അത്തറിൻ മണമുള്ള നാടിനെ മുത്തി പറന്നെത്തും കാറ്റിൽ ഞാൻ അറിയുന്നു ശോകം. ഈ കവിത എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് റാഫി പാവർട്ടി, ആള് അറിയപ്പെടുന്ന വലിയൊരു ഗായകനാണ്, മിമിക്രി ആർട്ടിസ്റ്റാണ്. അദ്ദേഹം ഇപ്പോൾ ദുബായിലാണുള്ളത്. അപ്പൊ അദ്ദേഹം ഈ കവിത ചൊല്ലാൻ താല്പര്യം പ്രകടിപ്പിക്കും. അദ്ദേഹം ആ കവിത വളരെ മനോഹരമായി ചൊല്ലുകയുണ്ടായി. ഖത്തറിൽ കത്തുന്ന സൂര്യന്റെ ചോട്ടിൽ കത്തിപ്പടരുകയാണെന്റെ പ്രാണൻ, ഖത്തറിൽ കത്തുന്ന സൂര്യന്റെ ചോട്ടിൽ കത്തിപ്പടരുകയാണെന്റെ പ്രാണൻ.
അത്തറിൻ മണമുള്ളൻ നാടിനെ മൊത്തി പറന്നെത്തും കാറ്റിൽ ഞാൻ അറിയുന്നു ശോകം. അത്തറിൻ മണമുള്ളൻ നാടിനെ മൊത്തി പറന്നെത്തും കാറ്റിൽ ഞാൻ അറിയുന്നു ശോകം. പ്രാണന്റെ പ്രേയസി പ്രിയതമയൻ കാന്ത കത്തും കനവിൻ്റെ നോവുകൾ പാടുന്നു. മറ്റൊന്ന് കാണാമറിയത്ത് എന്ന് പറയുന്നൊരു കവിതയും പ്രണയമായിട്ടുള്ള ഞാൻ എഴുതി. എന്റെ പ്രണയം സത്യത്തിൽ ഞാൻ പ്രണയത്തെ വിശ്വസിക്കുന്നത് വിവാഹശേഷമുള്ള പ്രണയമാണ് സ്ഥായിയായ പ്രണയം. പക്ഷെ ആ പ്രണയത്തെക്കുറിച്ച് ആരും പറയാറില്ല. എല്ലാവരും വിവാഹത്തിന് മുൻപുള്ള കോളേജ് കാലത്തിലോ കൗമാരത്തിലോ ഒക്കെ സംഭവിക്കുന്ന പ്രണയങ്ങളെക്കുറിച്ചും ആ പ്രണയ നൈരാശ്യത്തെക്കുറിച്ചും വേർപാടിനെ കുറിച്ചുമൊക്കെയാണ് പലപ്പോഴും പല കവികളും വളരെയധികം കാൽപ്പനികമായിട്ടൊക്കെ പറഞ്ഞിട്ടുള്ളത്. ചങ്ങമ്പുഴയാണെങ്കിലും അതുപോലെ തന്നെ എടപ്പള്ളി ഒക്കെ ആണെങ്കിലും നമ്മോട് സംവദിച്ചിട്ടുള്ള അത്തരം കവിതകളാണ്. രമണനൊക്കെ ജനിക്കുന്ന അപ്രകാരമാണ്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ലോകജീവിതം ഹാഹാ ശോകപൂരിതം വ്യർത്ഥ മാകുമൊരാശാബന്ധം ആന്തരികമായ സ്വപ്നമെന്നൊക്കെ അവരൊക്കെ പറഞ്ഞു വെച്ചത്. ഇടപ്പള്ളി രാഘവൻപിള്ള ഒക്കെ മരണത്തിന്റെ സമയത്തൊക്കെ അദ്ദേഹം എഴുതി വെക്കുന്നത് തന്റെ പ്രിയപ്പെട്ട കാമുകിയുടെ കഴുത്തിൽ മറ്റൊരാൾ മിന്നുകെട്ടുന്നത് കണ്ടു നിൽക്കാനുള്ള കെലിപ്പില്ലായിരുന്നു അദ്ദേഹത്തിന് എന്നുള്ളതാണ്. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നതല്ല. അത്തരം കാൽപ്പനിക ഭാവങ്ങളിൽ നിന്ന് മാറിക്കൊണ്ട് വിവാഹശേഷമുള്ള പ്രണയത്തെക്കുറിച്ചാണ് ഞാൻ കൂടുതൽ എഴുതിയിട്ടുള്ളത്. അല്ലെങ്കിൽ അതാണ് സ്ഥായിയായ പ്രണയം എന്നാണ് ഞാൻ പറയുന്നത്. അപ്രകാരം ഉള്ള കവിതകളാണ്. പക്ഷെ വിഭിന്നമായി ഞാൻ എഴുതിയിട്ടുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. തികഞ്ഞ കാൽപ്പനിക ഭാവത്തോടു കൂടിയൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ട്. അപ്രകാരം എഴുതിയ ഒരു കവിതയാണ് കാണാമറിയത്ത്. കാണാമറിയത്തു കാലം എന്റെ കണ്ണിൽ കണിതീർക്കും പെണ്ണെ, നിന്നെ മറന്നുള്ള ജീവൻ എന്നിൽ മരണം നിറഞ്ഞുള്ളതാക്കും. ഇതും എന്റെ സുഹൃത്ത് റാഫി വളരെ അതിമനോഹരമായി പാടുകയും അത് വളരെയധികം ശ്രദ്ധേയമാകുകയും ചെയ്തിട്ടുണ്ട്. കാണാമറയത്തു കാലം എന്റെ കണ്ണിൽ കണിതീർക്കും പെണ്ണേ, കാണാമറയത്തു കാലം എന്റെ കണ്ണിൽ കണിതീർക്കും പെണ്ണേ, നിന്നെ മറന്നുള്ള ജീവൻ എന്നിൽ മരണം നിറഞ്ഞുള്ളതാക്കും. നിന്നെ മറന്നുള്ള ജീവൻ എന്നിൽ മരണം നിറഞ്ഞുള്ളതാക്കും. കാണാമറയത്തു കാലം എന്റെ കണ്ണിൽ കണിതീർക്കും പെണ്ണേ. റാഫി വളരെ മനോഹരമായിട്ടത് ആലപിച്ചിട്ടുണ്ട്. 3 വിഭാഗങ്ങളിലായിട്ടാണ് ഇതിലെ കവിതകൾ കടന്നു പോകുന്നത്. പ്രതിഷേധകാന്ഡം, പ്രണയപർവം, ആർദ്രകാന്ഡം. അപ്പൊ അതിൽ നമ്മൾ ഇനി ആർദ്രകാന്ഡത്തിലേക്കാണ് വരുന്നത്. ആദ്യം പ്രണയപർവവും പ്രതിഷേധകാന്ഡവും ഒക്കെ നമ്മൾ ഓരോന്നായിട്ട് പരിചയപ്പെട്ടു വന്നത്. ഇനി നമുക്ക് ആർദ്രകാന്ഡത്തിലേക്ക് വരികയാണെങ്കിൽ ഏത് കവിതയിലേക്ക് പോകാൻ പറ്റുന്നു? ആർദ്രകാന്ഡം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു എന്ന് തോന്നുന്നു. ആർദ്രത നഷ്ടപ്പെടുന്നതോടുകൂടി മനുഷ്യനല്ലാതായി മാറുന്നു. മനുഷ്യനെ മനുഷ്യനായി സമൂഹത്തിൽ ഉയർത്തി നിർത്തുന്നത് അവന്റെ ആർദ്രതയാണ്. ആർദ്രഭാവം നഷ്ടപ്പെടുന്നതോടുകൂടി നമ്മളല്ലാതായിത്തീരുന്നു. ആർദ്രകാന്ഡത്തിലൂടെ ഞാൻ പറയാൻ ശ്രമിച്ചത് മനുഷ്യ മനസ്സിന്റെ ആർദ്രതയും തരളിതവുമായ വിവിധ തലങ്ങളെയും അനുഭവ പാഠങ്ങളെയും കുറിച്ചാണ്. ആർദ്രതയുടെ ആഴം വളർന്നെടുക്കുക സാധ്യമല്ല. ആർദ്രതയാണ് മനുഷ്യവംശത്തിന്റെ സാമൂഹിക ജീവിതത്തിന് അത്യന്താപേക്ഷിതമായ ആധാരശിലകളിൽ അതിപ്രധാനമായത്. ആർദ്രത നഷ്ടപ്പെടുന്നതോടുകൂടി മനുഷ്യന്റെ എല്ലാ നന്മകളും വറ്റിത്തുടങ്ങുന്നു എന്നുള്ളതാണ് സത്യം. പിന്നെ മനസ്സും വജസ്സുമൊക്കെ വരണ്ടുണങ്ങിപ്പോകും. ജീവിത ലക്ഷ്യവും വീക്ഷണങ്ങളും വഴിമാറും. അവരെന്നെ അപഹരിക്കുകയും അപരവൽക്കരിക്കുകയും അപഹസിക്കുകയും ഒരു വേള ആഹരിക്കുകയും ചെയ്യുന്ന ഭീതിപൂർണമായൊരവസ്ഥ നിലവിൽ വരികയും ചെയ്യുന്നതാണ് വർത്തമാനകാലത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആർദ്രത നിറയും മൃദുചിത്തരാവുക നമ്മൾ, പ്രതിഷേധ പ്രതിരോധ ശബ്ദങ്ങളാവുക നമ്മൾ, സർവം സഹയുടെ സഹനം ശീലിക്കും പ്രണയബന്ധിതരാവുക നമ്മൾ, വെണ്ണിൽ നിന്നെന്നും പൊഴിഞ്ഞിടും വെണ്ണിലാ ചന്തങ്ങളാകുക നമ്മൾ, നിത്യമേ മണ്ണിലെ സത്യമായ
ദീപമായി കത്തുന്ന കതിരവനാവുക നമ്മളെന്ന് ഞാനതിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതിൽ വളരെ പ്രധാനമായ ഒരു കവിത, ആർദ്രകണ്ഠത്തിലെ 4-മത്തൊരു കവിത. എന്റെ ബാല്യത്തിൽ ഞാൻ ശൈശവത്തിലേക്ക് നടന്നെടുക്കുമ്പോൾ എന്റെ ഉപ്പയുടെ വീടിന്റെ തെക്ക് വടക്ക് മൂലയിലായി ഒരു വീടുണ്ടായിരുന്നു. അവിടെ ഒരാള് ചങ്ങലയിൽ ബന്ധിച്ച് കിടക്കുന്നു എന്ന് ഞാനിങ്ങനെ അറിയാറുണ്ട്. വീട്ടിൽ പണിക്ക് വരുന്ന സ്ത്രീകളൊക്കെ. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അവിടുന്ന് ഒരു അലർച്ച കേൾക്കും, രാത്രിയിലും പകലുമൊക്കെ. അപ്പൊ പറയും അത് സിദ്ധുവിന്റെ കാലിലെ ചങ്ങല ഒരയുമ്പോൾ കരയുന്നതാണ്. കൊച്ചുനാളിൽ ഞാൻ ആദ്യം കേട്ട എന്റെ മനസ്സിൽ ഇന്നും ഇരിക്കുന്നൊരു നൊമ്പരം അതാണ്. പിന്നെ അറിഞ്ഞു സിദ്ധു മരിച്ചു. അങ്ങനെ സിദ്ധുവിന്റെ ഭാര്യയ്ക്ക് ഭ്രാന്തായി, ഭാര്യയെ ചങ്ങല കിട്ടു എന്നൊക്കെ. അപ്പൊ ആ ഒരു സംഭവം എന്നും എന്റെ മനസ്സിലുണ്ട്. ഈ ആർദ്ര കാണ്ഡത്തിലേക്ക് ഞാൻ കവിതകൾ ഇങ്ങനെ എഴുതുമ്പോൾ എന്റെ മനസ്സിൽ ഇങ്ങനെ ഈ ഒരു ആർദ്രത തോന്നി. ആ സമയത്ത് മനുഷ്യ മനസ്സുകൾ അത് കേൾക്കുമ്പോൾ കുഞ്ഞുനാളിൽ എനിക്കുണ്ടായ മനസ്സിന്റെ ആ ഒരു അവസ്ഥ. അപ്പോൾ അതിന് ഞാനൊന്ന് മനസ്സിൽ വിഷ്വൽ ചെയ്തു. അതിലേക്ക് ഭാവനാത്മകമായിട്ടുള്ള അക്ഷരങ്ങളെ, എന്റെ കാൽപ്പനിക അക്ഷരങ്ങളെ ചേർത്തുകൊണ്ടാണ് ഞാൻ ഓപ്പ എന്ന് പറയുന്ന ഒരു കവിത എഴുതുന്നത്. ആ കവിതക്ക് എന്റെ ഒരു സുഹൃത്ത് സുമി ഗൗരി എന്ന് പറയുന്ന ഒരു എന്റെ സുഹൃത്ത് അതിനതിന് മനോഹരമായി ശബ്ദം നൽകുകയും അവരെ ആലപിക്കുകയും ചെയ്തു. ചിതറിയ സ്വപ്നങ്ങൾ തേങ്ങുന്നു, ചിതയെരിയുന്നു, ചിതറിയ സ്വപ്നങ്ങൾ തേങ്ങുന്നു, 1000 മോഹങ്ങൾക്ക് താരാട്ടു പാടിയൻ ഓപ്പ ചിരിക്കുന്നു, 1000 മോഹങ്ങൾക്കു താരാട്ടു പാടിയെന്നൂപ്പ ചിരിക്കുന്നു, ആകായിലാൾ കൂട്ടം വിതുമ്പുമ്പോൾ, ചിതയെരിയുന്നു, ചിതറിയ സ്വപ്നങ്ങൾ തേങ്ങുന്നു, 1000 മോഹങ്ങൾക്കു താരാട്ടു പാടിയൻ ഓപ്പ ചിരിക്കുന്നു, ആകായിലാൾ കൂട്ടം വിതുമ്പുമ്പോൾ. അഗ്നിയനുവിന്റെ അച്ഛനെ തിന്നു തീർക്കുമ്പോൾ, കാലിൽ ചങ്ങല നക്കി തീർത്ത മാംസത്തിൻ മുറിവിൽ മന്ത്രം ജപിക്കയണു മണീച്ചകൾ, അപ്പോഴും ചിരിക്കയാണെന്നൂപ്പ, പൊട്ടി പൊട്ടി ചിരിക്കയാണെന്നൂപ്പ, അപ്പോഴും ചിരിക്കയാണെന്നൂപ്പ, പൊട്ടി പൊട്ടി ചിരിക്കയാണെന്നൂപ്പ. സുമി ഗൗരി വളരെ ഭംഗിയായിട്ടത് ആലപിച്ചിട്ടുണ്ട്. നേരത്തെ നമ്മൾ റാഫിയുടെ കാര്യം പറഞ്ഞു. റാഫിയും ഇതിലെ 2 കവിതകൾ ആലപിച്ചിട്ടുണ്ട്. റാഫിയും ആർദ്രകാണ്ഡത്തിലെ 2 കവിതകൾ ആലപിച്ചിട്ടുണ്ട്. അതൊന്ന് മാപ്പ് എന്ന് പറയുന്ന ഒരു കവിതയാണ്. ഒരുപക്ഷെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും മാപ്പ് പറയാത്ത ആരും തന്നെ ഉണ്ടാകില്ല. പലപ്പോഴും മനുഷ്യനെന്ന് പറയുന്നത്, ഞങ്ങളുടെ വേദം ഖുർആൻ തന്നെ പറയുന്നത് ഖുലിഖൽ ഇൻസാന ദഈഫാണ്. മനുഷ്യനെ ഏറ്റവും ദുർബലനായിക്കൊണ്ടാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. അവനിൽ തെറ്റുകൾ സംഭവിക്കും. അവന്റെ സൃഷ്ടികർത്താവായ ദൈവത്തിന് തന്നെ അറിയാം. അതുകൊണ്ടാണ് നമ്മൾ കുംഭസാരവും ഭജനയിരിപ്പും ക്ഷമാപണം പറച്ചിലും ഈശ്വരനോട് ഏറ്റുപറച്ചിലും ഒക്കെ ഉണ്ടാകുന്നത്. പക്ഷെ ആ മാപ്പിന്റെ ആഴം, അത് എപ്രകാരമാണ് ഒരു മനുഷ്യ ജീവിതത്തിൽ പല ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നത് എന്നുള്ളത് അല്പം ഫാന്റസി ആയിക്കൊണ്ട് തന്നെ ഞാൻ കവിതയിലൂടെ പറയുകയാണ്. മാപ്പ്. എന്റെ ഇന്നലകൾക്ക് നീ മാപ്പു തരിക, ഞാൻ ഇന്നിന്റെ സത്യമാകുന്നു. എന്റെ ഇന്നലകൾക്ക് നീ മാപ്പു തരിക, ഞാൻ ഇന്നിന്റെ സത്യമാകുന്നു. വ്യർത്ഥമായി തീർത്തു ഞാൻ ഇന്നലെ ഭാസുരം ഭവാൻ എനിക്കേകിയ നാളുകൾ, ഓർത്തു നടുങ്ങുന്നു തീർത്തും അർത്ഥരഹിതമെന്നിന്നലെ ഞാൻ നടന്നു താണ്ടിയ ദീർഘദൂരങ്ങൾ. വ്യർത്ഥമായി തീർത്തു ഞാൻ ഇന്നലെ ഭാസുരം ഭവാൻ എനിക്കേകിയ നാളുകൾ, ഓർത്തു നടുങ്ങുന്നു തീർത്തും അർത്ഥരഹിതമെന്നിന്നലെ ഞാൻ നടന്നു താണ്ടിയ ദീർഘദൂരങ്ങൾ.
മറ്റൊന്ന് ആർദ്രകാണ്ഡത്തിൽ തന്നെ റാഫി പാടിയിട്ടുള്ളത് ദേശാടനം എന്ന് പറയുന്ന ഒരു കവിതയാണ്. മനുഷ്യൻ പ്രസ്താവയോഗ്യമല്ലാതിരുന്ന കേവലം ഇന്ദ്രത്തുള്ളി മാത്രമായിരുന്ന ഒരു മനുഷ്യൻ, അവനിൽ സംഭവിക്കുന്ന വിവിധ ഘട്ടങ്ങളിലെ മാറ്റങ്ങളിലൂടെയുള്ള മനുഷ്യന്റെ പൂർണ്ണതയാണ് ദേശാടനമായി ഞാൻ ചിത്രീകരിക്കുന്നത്. ഒരു ദേശം വിട്ട് മറ്റൊരു ദേശത്തിലേക്കുള്ള യാത്രയല്ല, അതിനപ്പുറം ദാർശനികമായ ഒരു കാഴ്ചപ്പാടുള്ള ദേശാടനത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അത് പ്രകാരമാണ് ഞാൻ എഴുതിയത്. പ്രസ്താവയോഗ്യമാം വസ്തു ഒന്നല്ലാതിരുന്ന നാൾ പിതൃകോശങ്ങളിൽ ജീവകണമായി ധൃതിയിൽ ചലിച്ചു നാം. മാതൃത്വം കറന്നെടുത്ത ബീജകണമായി ഗർഭത്തിലള്ളിപ്പിടിച്ചു വളർന്നു മാംസമായി. ജീവചക്രപ്രയാണം തുടരെയൊരു നാൾ പുറം തള്ളിവിട്ടമ്മ. മണ്ണിതിൻ മടിത്തട്ടിൽ കിടന്നു പിടഞ്ഞു കൈകാലിട്ടടിച്ചു കരഞ്ഞു നാം. മണ്ണിതിൻ മടിത്തട്ടിൽ കിടന്നു പിടഞ്ഞു കൈകാലിട്ടടിച്ചു കരഞ്ഞു നാം. പ്രസ്താവയോഗ്യമാം വസ്തുവൊന്നല്ലാതിരുന്ന നാൾ പിതൃകോശങ്ങളിൽ ജീവകണമായി ധൃതിയിൽ ചലിച്ചു നാം. റാഫിയും അത് വളരെ മനോഹരമായിട്ട് ആലപിച്ചിട്ടുണ്ട്. ആർദ്രകാണ്ഡത്തിലെ 10ാമത്തെ ഒരു കവിതയുണ്ട്, വചനം എന്നാണ് അതിന്റെ പേര്. അത് മാതൃത്വമായിട്ടുള്ള വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന ഒരു മകന്റെ അവർ തമ്മിലുള്ള വേർപാടാണ് ആ കവിതയിൽ പറയുന്നത്. അതേസമയത്ത് തന്നെ മാതൃത്വത്തിന്റെ മഹത്വം, അതെത്ര വലിയ വാക്കാണ് അമ്മ എന്നുള്ളത്. ആ ഒരു വചനത്തെ കവിതയിൽ ഞാൻ എഴുതി അവസാനിപ്പിക്കുന്നത്, കാലപ്പഴക്കങ്ങൾ തൻ വിധി വൈഭവങ്ങളിൽ കാവലായി നിൽക്കുന്നതിന്നും എനിക്കാ കണ്ണുനീർ. എന്റെ പെറ്റമ്മ തൻ ചുടു കണ്ണുനീർ. അതിലും വലിയൊരു കവചമുണ്ടോ മണ്ണിൽ വിണ്ണിനെ ചോഴുന്ന വചനമുണ്ടോ? കാലപ്പഴക്കങ്ങൾ തൻ വിധി വൈഭവങ്ങളിൽ കാവലായി നിൽക്കുന്നതിന്നും എനിക്കാ കണ്ണുനീർ. എന്റെ പെറ്റമ്മ തൻ ചുടു കണ്ണുനീർ. അതിലും വലിയൊരു കവചമുണ്ടോ മണ്ണിൽ വിണ്ണിനെ ചൂഴുന്ന വചനമുണ്ടോ? അങ്ങനെയാണ്. കാരണം അമ്മ എന്ന് പറയുന്ന ആ ഒരു വാക്കിന്റെ ഭാരം പ്രപഞ്ചത്തോളം വലുതാണ്. അത് റാഫി വളരെ മനോഹരമായി പാടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പുസ്തകത്തിലെ ആ ഒരു ടൈറ്റിൽ കവിതയിലേക്കാണ് പോകേണ്ടത്. മീനമാസത്തിലെ നട്ടുച്ച സൂര്യൻ. അത് പ്രതിഷേധകാണ്ഡത്തിലാണ് അത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മീനമാസത്തിലെ നട്ടുച്ച സൂര്യൻ. അതെ, പ്രതിഷേധകാണ്ഡത്തിലെ 30ാമത്തെ കവിതയായിട്ടാണ് ഞാനത് ക്രോഡീകരിച്ചിട്ടുള്ളത്. മതം, വർണ്ണം, വർഗം, ദേശം, ഭാഷ, ഇന്ന് വർത്തമാന ഭാവി സ്വൈര്യങ്ങളെയും സൗഖ്യങ്ങളെയും ദയയില്ലാതെ തല്ലിക്കെടുത്തുന്ന ചംച്ചങ്ങൾ, ആ ഭൂതകാലത്തിന്റെ പിശാചുക്കളും പ്രേതാദികളും ചേർന്ന് തല്ലിപ്പൊട്ടിച്ചുടച്ച ഗർഭപാത്രങ്ങളെ നോക്കി പോയ പുലരിയും പുലമ്പിയിട്ടുണ്ട്. പുറത്തു ചാടാനരുതാത്ത ദീർഘകാലങ്ങളെ പഴിച്ച് ആത്മമോക്ഷം തേടിയ കുട്ടിപ്പിശാചുക്കൾ കുപ്പിക്കുള്ളിൽ ശ്വാസം മുട്ടിപ്പിടച്ച നേരങ്ങളെയും ഓർത്ത് പുലമ്പിയിട്ടുണ്ടത്രേ. ഈയം പാർന്ന ചെവിക്കുറ്റികൾ തുറന്ന് ഖണ്ഡിച്ചെറിഞ്ഞ നാക്കുകൾ തുന്നിച്ചേർത്ത് പുതിയ കാലത്തിന്റെ പടപ്പാട്ടു പാടുവാൻ, പിന്നെ പാടിക്കുവാൻ അവൻ വരുന്നുണ്ട്. തീർച്ചയായിട്ടും ഇങ്ങനെ പ്രതിഷേധങ്ങളും പ്രണയവും ആകുലതകളും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് ഈ കവിതാ സമാഹാരം എന്ന് പറയാം. അതിന്റെ പേര് തന്നെ മീനമാസത്തിലെ നട്ടുച്ച സൂര്യൻ. കൃതി സ്റ്റേറ്റ് വെൽഫെയർ പുരസ്കാരം കൂടി ലഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. എഴുത്തുകാരൻ റഷീദ് കെ മുഹമ്മദ് തന്നെ നമ്മളുടെ കൂടെ കവിതകൾ ഇന്ന് പരിചയപ്പെടുത്തിക്കൊണ്ട് നമ്മളുടെ കൂടെ ഉണ്ട്. ഈ കവിതകൾ കൂടുതൽ ആൾക്കാരിലേക്ക് എത്താൻ പോകുന്നു. കവികളായിട്ടുള്ള സെബാസ്റ്റ്യൻ ആയിക്കോട്ടെ, സച്ചിദാനന്ദൻ മാഷ് ആയിക്കോട്ടെ, ആലങ്കോട് ലീലാകൃഷ്ണൻ ആയിക്കോട്ടെ, ഇവരൊക്കെ ഏറ്റവും മികച്ച അഭിപ്രായങ്ങൾ തന്നെ, അല്ലെങ്കിൽ അവരുടെ ഒരു തുറന്ന അഭിപ്രായം തന്നെയാണ് ഈ കവിതകളെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നത്. എഴുത്തുകൾ തുടരട്ടെ എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് ആശംസിക്കാനുള്ളത്. നന്ദി, സ്നേഹം, നമസ്കാരം. പ്രിയ രതീഷ്, വീണ്ടും ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ 3ാമതും ഒരു അവാർഡ് സ്വീകരിച്ചുകൊണ്ട് വന്നിരുന്ന് സംസാരിക്കാനൊരു അവസരം നൽകുക എന്നുള്ളത് ചെറിയ കാര്യമല്ല. എക്കാലത്തും ഞാൻ മലയാളം റേഡിയോയോട് കടപ്പെട്ടിരിക്കുന്നു. ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം, ഭാവുകങ്ങൾ. തീർച്ചയായിട്ടും നമുക്ക് ഖത്തർ പ്രവാസികൾക്കും ഏറ്റവും അഭിമാനത്തോടു കൂടി തന്നെ പറയാൻ പറ്റുന്ന ഒരു സാഹിത്യകാരനാണ്, എഴുത്തുകാരനാണ് റഷീദ് കെ മുഹമ്മദ്. അദ്ദേഹത്തിന്റെ സാഹിത്യ പുരസ്കാരങ്ങളിൽ 3 പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് നേടാനായിട്ട് സാധിച്ചു എന്നുള്ളത് തന്നെയാണ്. നാടക രചനകളിലൂടെ അദ്ദേഹത്തിന് പുരസ്കാരങ്ങൾ നേടാനായിട്ട് സാധിച്ചു. നോവൽ
നോവലുകളിലൂടെ അദ്ദേഹത്തിന് പുരസ്കാരങ്ങൾ നേടാൻ സാധിച്ചു. പിന്നീട് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ആദ്യത്തെ കവിതാ സമാഹാരത്തിനും പുരസ്കാരം ലഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. കൃതി സ്റ്റേറ്റ് വെൽഫെയർ അവാർഡാണ് ലഭിച്ചിരിക്കുന്നത്. അപ്പൊ ഇത്തരത്തിൽ പുരസ്കാരം എഴുതുന്ന നോവലുകൾക്കും നാടകരചനകൾക്കും കവിതകൾക്കും ഒക്കെ തന്നെ പുരസ്കാരം നേടിക്കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട എഴുത്തുകാരന് നമ്മൾ ഖത്തർ മലയാളികളുടെ എല്ലാവരുടെയും ആശംസകൾ കൂടി അറിയിക്കാൻ പറ്റുന്നതായിരിക്കും. എന്തായാലും കവിതാ സമാഹാരം എല്ലാവരും വായിക്കുക എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. തൽക്കാലം ഇന്നത്തെ റേഡിയോ ലൈബ്രറി അങ്ങനെ പൂട്ടുകയാണ്. അടുത്ത ആഴ്ച മറ്റൊരു അതിഥിയും മറ്റൊരു പുതിയ പുസ്തകത്തിന്റെ വിശേഷങ്ങളുമായിട്ട് എത്തിച്ചേരാം. സ്റ്റേ ട്യൂൺഡ്.